ഹായ് ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഡിന്നറിന് വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ ആനിവേഴ്സറിയുടെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതായത് ലാസ്റ്റ് സൺഡേ ആയിരുന്നു. അന്നത്തെ ദിവസം കുറച്ച് ബിസി ആയതുകൊണ്ട് നമുക്ക് ശരിക്കും ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അന്ന് ഡിന്നറൊക്കെ കഴിക്കണം എന്ന് ഓർത്താ, പക്ഷെ പറ്റിയില്ല. അതിന് വേണ്ടി ഇന്ന് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ആബ്സല്യൂട്ട് ബാർബിക്യൂവിലാണ് വന്നിരിക്കുന്നത്. ഞാനും സുജാനും സാനിയയും ജിൻറ്റും ഞങ്ങൾ 4 പേര് മാത്രമേ വന്നുള്ളൂ. കുട്ടികളെ കൊണ്ടുവന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ വളരെ സർപ്രൈസിങ് ആയിട്ട് സുജാൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട്. കൂടെ ജോലി ചെയ്യുന്ന കൊളീഗും പുള്ളിയുടെ വൈഫും. ആക്ച്വലി അവരുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിലെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിനുവേണ്ടി അവരോട് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നത്. അങ്ങനെയാണ് അവരെ കണ്ടത്. അവരെ കണ്ടിട്ട് നമ്മുടെ സീറ്റിൽ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഒരു ചേട്ടൻ വന്ന് നമ്മളോട് പറഞ്ഞത് ഗ്രില്ല് വരാൻ കുറച്ച് ടൈം എടുക്കും, ആ സമയം കൊണ്ട് നിങ്ങൾക്ക് പോയി നമ്മുടെ പാനിപ്പൂരി ചാട്ട് കൗണ്ടറുണ്ട് അവിടെ, അത് പോയി ട്രൈ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ആ കൗണ്ടറിൽ വന്ന് കുറച്ച് പാനിപ്പൂരിയും ദഹിപ്പൂരിയും പിന്നെ ആലു ടിക്കി ചാട്ടുമാണ് നമ്മൾ ഇവിടെ ട്രൈ ചെയ്തത്. ചാട്ട് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ സ്റ്റാർട്ടർ അവർ സെർവ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ക്രിസ്പി കോണും പിന്നെ ടിക്കായും പിന്നെ ചിക്കൻ ലോലിപോപ്പും അങ്ങനെ കുറച്ച് സ്റ്റാർട്ടർ അവിടെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗ്രില്ലും കൊണ്ടവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ വാച്ച് ചെയ്യുക. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഫുഡെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്വീറ്റ്സ് എടുത്തുകൊണ്ട് വന്നു. ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. ഗുലാബ് ജാമുൻ, രസ്മലായി, കേക്ക്, ബ്രൗണി കേക്ക്, മോത്തിച്ചൂർ ലഡ്ഡു, ജിലേബി, ജെല്ലി, അങ്ങനെ ഒരുപാട് പറഞ്ഞ് തീരാത്ത പോലെ അത്രയും സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ഐസ്ക്രീമിൻ്റെയും പല വെറൈറ്റി ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐസ്ക്രീം പാൻ ഐസ്ക്രീമാണ്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ പാൻ ഐസ്ക്രീം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ആയിരുന്നത്.
അപ്പം നമ്മൾ ഈ ഐസ്ക്രീം എല്ലാം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വേറൊരു സർപ്രൈസ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത്. അതായത് നമ്മുടെ ആനിവേഴ്സറി ആണെന്നുള്ള കാര്യം സാനിയയും ജിൻഡോ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിട്ട് ബന്ധപ്പെട്ട് അവർ നമുക്കൊരു ചെറിയ കേക്കും നമുക്ക് വേണ്ടി ഒരു പാട്ടുമൊക്കെ പാടി നമ്മളവിടെ കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ ആനിവേഴ്സറി നമ്മൾ ഒന്നുകൂടെ ആഘോഷിച്ചു. ലാസ്റ്റിലായിട്ട് നമ്മൾ നാല് പേരും കൂടി നിന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതവർ ആ ഫോട്ടോ നമുക്ക് ഒരു ചെറിയ ഒരു ഫ്രെയിം പോലെ ആക്കിയിട്ട് അവർ നമുക്ക് ആ ഫോട്ടോ കൊണ്ട് തന്നു. അപ്പം ഒരു ഫോട്ടോയാണ് കൊണ്ട് തന്നത്. നമുക്ക് ഒരു കോപ്പിയും കൂടി വേണം എന്ന് പറഞ്ഞപ്പം അവർ നമ്മളോട് എക്സ്ട്രാ 5 dirhams ആവുമെന്ന് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, 5 dirhams കൊടുത്തിട്ട് ഞങ്ങളങ്ങനെ 2 കോപ്പി എടുത്ത്, അതായത് ഒരു കോപ്പി ഫ്രീയിലും ഒരു കോപ്പി 5 dirhams കൊടുത്തിട്ടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെയും ബൈ.